പ്രശാന്ത് ഏട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നമ്മുടെ ഗോഡ് ഫാദർ. ഗോഡ് ഫാദറിൽ ഇന്നസെൻ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണ്. അവരെ കാണുവാൻ വേണ്ടി അവിടെ ചെല്ലുന്ന സമയത്തൊരു പെട്ടിക്കടക്കാരൻ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു, സാറിൻ്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? അപ്പോൾ ഇങ്ങനെ ആക്കും. അപ്പോൾ പറയും, അല്ല അത് നിനക്കറിയത്തില്ലേടാ എൻ്റെ പേര് രാമനാഥൻ എന്നാണെന്ന്. വെട്ടിക്കട ഞാനത് പറഞ്ഞേ, പക്ഷെ വന്നവർ സമ്മതിക്കണ്ടേ? അവർ പറയുന്നു സാറിൻ്റെ പേര് സ്വാമിനാഥൻ എന്നാണ്. വന്നവരോ സാറിൻ്റെ അനിയൻ പിന്നെ കൂടെ ഉണ്ടക്കണ്ണനും ഉണ്ടായിരുന്നു. ഇതുപോലൊരു രംഗം കൊളംബിയയിൽ നടന്നു എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ത്യൻ റോയൽ ഉദ്യോഗസ്ഥർ ഒരു വീട്ടിൽ, കൊളംബിയയിലെ ഒരു വീട്ടിൽ തേടി ചെന്നപ്പോൾ അവിടെ രാഹുൽ ബിഞ്ചി എന്ന പേരിൽ ഒരാൾ ജീവിക്കുന്നുണ്ട്. അയാൾക്ക് അവിടെ പിന്നെ ഒരു 2 മക്കളും ഉണ്ട്, 2 പെൺമക്കൾ. ഈ സ്വാമിനാഥൻ്റെ അതേ കഥ പോലെ അവിടെയും 2 പെൺമക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതും വലിയ കുട്ടികളാണ് ഉള്ളത്. 19ഉം 15ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുടെ പിതാവാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ മിനിക് വിഞ്ചി. 1-ന് 19 വയസ്സ്, 15 വയസ്സ്, 55 വയസ്സുണ്ടെന്ന് കറക്റ്റ് സമയത്തിന് ഇയാൾ ഇതിനെ കൊണ്ട് ഇവിടെ നടന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഭാഗ്യവാനാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കും. എന്തോ ഇതിനെ കൊണ്ട് കുമരകത്ത് വന്ന് ആരണ്ട ഉണ്ടെങ്കിൽ അട്രോസിറ്റിക്ക് കേസ് കൊടുത്തു. പോലീസ് വലഞ്ഞു പോയില്ലേ? പോലീസ് വലഞ്ഞു എന്ന് പറഞ്ഞാൽ ഇയാളൊന്നും ഈ പ്രധാനമന്ത്രിയുടെ മോനില്ലേ? അന്ന് നമ്മുടെ ഇവിടുത്തെ ഈ നേരത്തെ കൊണ്ട് ഇഷ്ടമുള്ളവരുടെ കൂടെ താമസിക്കാനും ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒക്കത്തില്ല. ഇയാൾ ഈ ഹോട്ട് ബോട്ട് എടുത്തു. അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകൾ. ഇതെന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ വരട്ടെ, ഒത്തിരി ഉണ്ട് നമുക്ക് പറയാം, പറഞ്ഞ സമയം ഒത്തിരി എടുക്കും. അപ്പൊ ഇതിനെ കൊണ്ടുവന്ന് ആരുടെ കേസ് കൊടുത്തു. ഇതുപോലെ രാഹുൽ ഗാന്ധി ഒരു പെണ്ണിനെയും കൊണ്ടുവന്നു. അതിനകത്ത് ഈ നമ്മുടെ ഇമ്മോറൽ ട്രാഫിക് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ പറയത്തില്ല, ഇല്ല ഈ അവിടെ പണ്ടൊക്കെ ലോഡ്ജിലൊക്കെ ആണ് പെണ്ണപ്പോ ഇപ്പൊ ഒക്കത്തില്ലല്ലോ. ഇപ്പൊ സുപ്രീം കോടതി എന്നിട്ട് ഇയാളെ പോലീസ് പറഞ്ഞില്ല, ഇയാൾക്ക് പറഞ്ഞില്ല, ഇയാൾക്കന്ന് ഇന്നത്തെ കൂട്ടുമല്ലല്ലോ. അന്ന് SP സംരക്ഷണവും കോൺഗ്രസിന്റെ അധികാരമുള്ള സമയമാണല്ലോ. 10-20 കൊല്ലം മുമ്പ്. ഇപ്പൊ നോക്കുമ്പോ 19 വയസ്സുണ്ടായിരുന്നു അന്ന് കുമരകത്ത്. ഇതിനെ കൊണ്ട് വട്ടം നടത്തി. ഇതിന്റെ പേരെന്ന് പറഞ്ഞാല് വെറോണിക്ക കാർട്ടർലി, ഈ പെണ്ണുപിള്ളയുടെ പേര് മനസ്സിലായി, കൊളംബിയൻകാരിയാ. ഇനിയും വേറൊരു കാര്യമുണ്ട്, ഇവര് ഒരു കള്ളക്കടത്തുകാരന്റെ മോളാ പോലും. മയക്കുമരുന്ന് ഡോണിന്റെ മോളാണ്. ചെറിയ ഇയാൾക്ക് ഈ സൈസാ ഇഷ്ടം. അതിന്റെ ഇറങ്ങി നിങ്ങളിപ്പോ വേറെ പേര് പറഞ്ഞില്ലേ, ഒരു ഈ അഫ്ഗാൻ രാജകുമാരി എന്താ, പ്രിൻസസ് നോയൽ സഹാർ. അതിനെ പിടിച്ച് പ്രേമിച്ച്, ഇതൊക്കെ മനസ്സിലായില്ലേ? പ്രേമിച്ചിട്ട് ഇതിനെ മതം മാറ്റി കാത്തോലിക്ക മതമാക്കി. ഈ വേറെ കാത്തോലിക്ക മതമാക്കിയിട്ട് ഇതിനെ ഗർഭിണിയാക്കി. നമ്മൾ പറയുന്നതല്ല, ഇതിനകത്ത് ബ്ലിറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് വന്ന വാർത്ത, ഇതിനെ ഗർഭിണിയാക്കിയിട്ട് ഗർഭം അലസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ അഭിമാനമുള്ള സ്ത്രീ ആയതുകൊണ്ട് അവർ ഇനിയും നിന്റെ കൂടെ അല്ലെങ്കിൽ ഇയാളുടെ കൂടെ താമസിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവർ വേറെ കല്യാണമൊക്കെ കഴിച്ച് താമസിക്കും. ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ സാമാന്യ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാധ്യമത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ശരിയോ തെറ്റോ എന്നുള്ള കാര്യം പറയാം. ശരിയല്ലെങ്കിൽ ഞാൻ എന്റെ പറയുന്നത് ഇദ്ദേഹത്തെ പറ്റി ശരിയല്ലാത്ത കാര്യമായി പേരുകളുണ്ട്. ഞാൻ വായിച്ചു ഓരോന്നോരോന്നായിട്ട് എടുത്തോണ്ടിരിക്കുന്നത്. ശരിയല്ലെങ്കിൽ എനിക്ക് എന്റെ രാജ്യത്തോടും എന്റെ പ്രതിപക്ഷ നേതാവിനൊക്കെ ഭയങ്കര കൂറാ. ഈ ശരിയല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് ഒരു ന്യായമായ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇയാൾ ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്കെതിരെ പറയുന്ന ആരോപണം തെറ്റാണ്, തെളിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി വരണം. അദ്ദേഹത്തിന്റെ കൂടെ ഈ ലോകം, ഇന്ത്യക്കപ്പുറം ലോകം കാണും. എനിക്കെവിടെ മക്കൾ, എനിക്കെവിടെ ഭാര്യ, ഞാൻ നേരെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരണം. വരുംകാല പ്രധാനമന്ത്രി. ഇയാള് കള്ളക്കടത്തുകാരന്റെ മോളെ കൊണ്ടുപോവുക, അതിനകത്ത് ഇല്ല പറഞ്ഞതുപോലെ അവിഹിതമായിട്ട് ഗർഭം ഉണ്ടാക്കുക, അതിനകത്ത് പിള്ളേരെ വളർത്തുക. ഇയാൾക്ക് വന്നൂടെ, മാന്യമായിട്ട് ഇവിടെ വന്ന് കല്യാണം കഴിച്ചുകൂടെ? എനിക്ക് പിള്ളേരുണ്ട്. പക്ഷെ ഒരു കാര്യം, പിള്ളേരുണ്ടെങ്കിൽ തള്ളി പറയരുത്. ഭാരതം സംസ്കാരത്തിനാണ്. കാരണം എന്റെ കുഞ്ഞുങ്ങളാണ്, എന്റെ രക്തത്തിൽ പിറന്നാണ്, ഞങ്ങളാരും ഒന്നും പറയത്തൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ പറയണം, ഇദ്ദേഹത്തിന്റെ ആന്ന് പറയണം. അതിനെന്താ കുട്ടികൾ ഇദ്ദേഹത്തെ വിളിക്കുന്ന പേര് വരെ ആ മാധ്യമം പുറത്തു വിട്ടു. അല്ല ഇതിന് അതുപോലെ പുള്ളിയെ പറ്റി ഭയങ്കര ആരോപണങ്ങളാണ്. 3 പാസ്പോർട്ട്, ഒന്ന് ഇറ്റാലിയൻ പാസ്പോർട്ട്, ഒന്ന് ബ്രിട്ടീഷ് പാസ്പോർട്ട്, ഒന്ന് ഒരു ദ്വീപിന്റെ പാസ്പോർട്ട്, കരീബിയൻ ദ്വീപിന്റെ. അത് ഇയാൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പൈസ കൊടുത്തിട്ടാണ് എടുത്തതെന്നാണ്.
പറയുന്നത്. ഇതൊക്കെ പക്ഷേ ആധികാരികമായിട്ട് തെളിവുകളില്ലെങ്കിലും അവർ ഇത്രയും ആധികാരികമായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ മാധ്യമം പറയും. ഈ മാധ്യമോ സലാഹുദ്ദീൻ ഷുഹൈബ് ചൗധരി, ഇത് ഈ അദ്ദേഹത്തിൻ്റെ ഈ മാധ്യമപ്രവർത്തകൻ്റെ പേരുണ്ട് സുലൈം ചൗധരി. മാത്രമല്ല ഇത് ഒരു മതേതര രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നപ്പെട്ട ഒരു മാധ്യമ ഇതാണ്. അപ്പം ഇതിന് വളരെ ആരും വേണ്ടിയിട്ടില്ല. എന്ത് കണ്ടാലും 2 ദിവസമായി ഇത് വന്നിട്ട് 2 ദിവസമായി. ഇന്നിപ്പോ 3-ാമത്തെ ദിവസം ആവുക, ഇതുവരെ മിണ്ടുന്നില്ല. അതുപോലെ ഇതിനകത്ത് വേറെ കാര്യം പറഞ്ഞിട്ട് ഇദ്ദേഹം ഇവിടുത്തെ അദാനി അംബാനിയൊക്കെ പറ്റി പറഞ്ഞില്ലയോ, എന്തോ ഈ ഷെൽ കമ്പനികൾ ഉണ്ടാക്കി. ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഷെൽ കമ്പനിയുടെ അതിന്റെ പേര് ഞാൻ നോക്കുന്നത്, ഷെൽ കമ്പനി. അതിനകത്ത് അദ്ദേഹത്തിന്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഇദ്ദേഹത്തിന്റെ പെങ്ങളുണ്ട്. അതും ഈ മൻമോഹൻ സിംഗിന്റെ കാലത്ത് പ്രതിരോധ രഹസ്യ കരാറുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ രഹസ്യങ്ങൾ ചോർത്തിയ പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു. ആ പൈസ ഈ ഷെൽ കമ്പനി കൂടെ മാറിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. അതുപോലെ വേറൊരു വലിയ കമ്പനി ഇദ്ദേഹം നടത്തുന്നത് അത് ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പെണ്ണുപിള്ളയുടെ പേരിലാന്നാ പറയുന്നത്. പേരിലാന്ന് പറയുന്നത് ആ രഹസ്യ പേര് അവരുണ്ട്. ലാവൻസി കാർട്ടർലി എന്ന കമ്പനി, ലാവൻസി കാർട്ടർലി. അപ്പൊ ഈ പേര് കൊണ്ട് ഇദ്ദേഹത്തിന് വേറെ പേര് കാർട്ടർലി. ഇതിന്റെ പരിപാടി എന്താ പറയുക, ഫിനാൻഷ്യൽ കൺസൾട്ടന്റാ. ആരുടെയൊക്കെ കൺസൾട്ടൻസിയാണെന്നറിയാവോ? ഈ ചൈന, ഇറാൻ, ഇറ്റലി ഇല്ല ശതകോടീശ്വരന്മാർക്ക് എങ്ങനെ പണം വിനിയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവരുടെ ജോലി. എന്നിട്ട് പാകിസ്ഥാനിലെ അഴിമതി നടത്തുന്ന പട്ടാള ഉദ്യോഗസ്ഥരുടെ പൈസ കൈകാര്യം ചെയ്യുന്ന ഈ കമ്പനിയാണ്. അതുപോലെ ഈ കമ്പനിയെ കള്ളക്കടത്ത് നടത്തിയതിന് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ട് ഒരിക്കലും അകത്ത് പോയാൽ വെളി വരാത്ത രീതിയിലുള്ള കുറ്റങ്ങളാണ് ഈ പുള്ളിയുടെ പേരിൽ ആരോപിച്ചിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നേതാവല്ലേ, മാത്രം നാളെക്കാലം പ്രതിപക്ഷ നേതാവെന്നല്ലേ, കുടുംബമായിട്ട് അച്ഛൻ പ്രധാനമന്ത്രി, അമ്മൂമ്മ പ്രധാനമന്ത്രി, അമ്മൂമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രി, എത്രയോ കാലം കൊണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ആൾ, ഇത്തരത്തിലുള്ള ഒരാൾ നാളെ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ നിൽക്കുന്ന ആൾ, പ്രതിപക്ഷ നേതാവ്, ഈ ഒരു മനുഷ്യനെ പറ്റിയാണ് ഈ പറയുന്നത്. മാത്രമല്ലല്ലോ ശ്യാമിനറിയാമല്ലോ, ശ്യാം ഉണ്ടായിരിക്കുന്നെങ്കിലും നേരത്തെ ഇദ്ദേഹത്തെ പറ്റി ആരോപണം വന്നില്ല. അന്ന് ഈ സ്ത്രീയാണെന്നാണ് പറയുന്നത്. മയക്കുമരുന്നും അതുപോലെ അനധികൃതമായ ഡോളറും കൈവച്ചതിന് അമേരിക്കയിലെ ഒരു എയർപോർട്ടിൽ വെച്ച് മയക്കുമരുന്ന് വെച്ചിട്ട് മുൻ ഇദ്ദേഹത്തെ പിടിച്ചു. അതിപ്പോഴും ഗൂഗിളിൽ കിടക്കുക, ഇവരെന്താ മാറ്റാത്തെ കിടപ്പുണ്ട്. അതിന് അന്ന് വാജ്പേയി വളരെ മര്യാദക്കാരനാണല്ലോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ അത് പൊക്കിയെടുത്ത് ഇത് എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും വിദേശ രാജ്യങ്ങളിലെ കളികളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇരിപ്പുണ്ട്. മിണ്ടിക്കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പിന്നെ വെറുതെ ഇരിക്കത്തില്ല. ഈ ബ്ലിറ്റ്സ് മാഗസിൻ അവരുടെ ഈ മാഗസിനിൽ ആ ലേഖനം അവസാനിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏജൻസികൾ ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അന്വേഷിക്കണം. അല്ല മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയ്ക്കൊന്ന് അഭിപ്രായം വന്നു, എന്താ കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കാത്തത്, അല്ലെങ്കിൽ ഇവര് മിണ്ടുന്നില്ല, അന്വേഷിക്കണം, അദ്ദേഹം നിരപരാധിയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് തെളിയിക്കണം. ഇവരെന്തായാലും മിണ്ടത്തില്ലല്ലോ. ഈ വാജ്പേയിയുടെ കാലത്ത് പിന്നെ വാജ്പേയി ഒരു മര്യാദക്കാരനായതുകൊണ്ട് പുള്ളി പറഞ്ഞത് വിട്ടുകാരെ കേസെടുക്കും. പുള്ളിയുടെ റിസ്കിൽ അന്ന് അവിടെ നിന്ന് ഒരു രാജ്യത്തോട് പറയുമ്പോഴേ അതിനൊരു കാര്യമുണ്ടല്ലോ, റിസ്കിലാണ് അദ്ദേഹത്തെ വിട്ടത്. അതായത് അന്ന് തൊട്ട് ഇദ്ദേഹം പണ്ടെന്നുള്ള ഈ ചില പിഴച്ച പിള്ളേർ വീട്ടിലുണ്ടാകുന്ന അതേ അവസ്ഥയാണ്. ഇപ്പം ഇയാൾ ഈ നടക്കുന്ന ഇയാൾക്കറിയാം, ഈ രാഹുൽ ഗാന്ധിക്കറിയാം ഇലക്ഷൻ ഒന്നും നടക്കത്തൊന്നുമില്ല. മാത്രമല്ല പുള്ളി ഈ കള്ളക്കടത്തുകാരൻ്റെ മോളെയും അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത് പണിയൊക്കെ ചെയ്യുന്നവർക്ക് ആ രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കുമല്ലോ. ഇപ്പം ഈ പറഞ്ഞ അനുസരിച്ചൊക്കെ ശരിയാണോ നമുക്കറിയത്തില്ല. ശരിയാണെങ്കിൽ ഇദ്ദേഹം നടത്തുന്ന ബിസിനസ് മൊത്തം കള്ളക്കടത്തുകാരൻ നടത്തുന്ന ബിസിനസ്സാണ്, നേരായിട്ടുള്ള ഒരു കാര്യവുമില്ല. മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം എല്ലാത്തിനും കുറ്റം പറയുന്നത്. അതുപോലെ പെണ്ണുങ്ങളെല്ലാം പഴപ്പിക്കും. എന്ത് നമുക്ക് നാണക്കെടില്ലയോ, നമ്മുടെ ഇന്ത്യയുടെ പ്രദേശ നേതാവില്ലയോ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കുടുംബത്തിലെ ആൾക്കാരില്ല. ഇത് വ്യക്തി ജീവിതം അങ്ങനെയല്ല. ഇത് കൊളംബിയൻ മയക്കുമരുന്ന് ഡോണിന്റെ മകൾ. അത് എന്തൊരു ഗുരുതരമായ കുറ്റമല്ല. ഗുരുതരമായ കുറ്റം അല്ല, അദ്ദേഹം തെരഞ്ഞെടുത്തത് അതിനെയാ. രാജകുമാരി പുള്ളിക്ക് വേണ്ട. അതിനെക്കാട്ടി എന്ത് ഡീസന്റ് അഫ്ഗാൻ രാജകുമാരുടെ കൊച്ചുമോളല്ലേ അത്. അഫ്ഗാൻ രാജാവായിട്ടിരുന്ന എനിക്ക് തോന്നുന്ന ഈ കാലയളവില് വളരെ ദീർഘകാലം ഈ കൊച്ചിന്റെ 93 തൊട്ട് 97 വരെ അത്ര 90 രാജാവായിരുന്നു മുത്തച്ഛൻ. അവര് ഈ മുഹമ്മദ് സാഹിർ ഷാ ഈ പെണ്ണ് മതം മാറി, കാത്തോലിക്കായി. മാത്രമല്ല ഈ പഠിച്ച കൂട്ടത്തില് പഠിച്ച സമയത്ത് ഇവരുടെ ഈ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ഹിന്ദുവാന്ന് തോന്നുന്ന ഒരു പ്രവൃത്തിയില്ലായിരുന്നു. ബീഫെല്ലാം കഴിക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഈ മുസ്ലിം ക്രിസ്ത്യൻ പെൺകുട്ടികൾ മാത്രമേ ഇദ്ദേഹത്തിന് അടുപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ മാത്രമല്ല ഇന്ത്യൻ സംസ്കാരമായിട്ട് യാതൊരു ബന്ധമുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളല്ലായിരുന്നു, വിദേശ സംസ്കാരത്തിലുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഗുരുതരമായ ആരോപണം.
ഒരാളെ ആക്ഷേപിക്കുന്നതിൻ്റെ മാക്സിമം, കുടുംബത്തെ ആക്ഷേപിക്കുന്നതിൻ്റെ മാക്സിമം, ഒരു നല്ല വളരെ ചെറുപ്പത്തിലെ എത്ര നിറകെട്ടി ജീവിക്കാൻ പറ്റുന്ന ഒരു, നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ ചില സിനിമ ഉണ്ടല്ലോ, ഏതാണ്ട് ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമ, അപ്പോൾ ഈ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ ദേവാസുരം പിന്നെ രാവണപ്രഭു. അപ്പോൾ ഈ ദേവാസുരത്തിനകത്ത് ഈ വലിയൊരു ഭൂപ്രഭുവിൻ്റെ മകൻ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതേ ഈ മൊത്തം കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് ഇഷ്ടമുള്ള പെണ്ണെ പിടിക്കുക, ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുക, ഇങ്ങനെയല്ലോ ആവശ്യമായിരുന്നു. അതെനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് രാഹുൽ ഗാന്ധിയുടെ കാര്യം വരുമ്പോഴേ. ഇപ്പോഴും പുള്ളിയുടെ നടത്തുന്ന രീതിയൊക്കെ രാഷ്ട്രീയക്കാരൻ നടത്തി ഒരു കോലച്ചട്ടമ്മ നടക്കുന്ന കൈയൊക്കെ പുറകോട്ട് കെട്ടി കൈ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെയൊക്കെ ആട്ടി മനസ്സിലാവും, കണ്ടിട്ടില്ലേ? അതുപോലെ ആ ഏറ്റവും പവിത്രമായിട്ടുള്ള പാർലമെന്റിൽ നിന്ന് ഉറങ്ങുക, അവിടെ നിന്ന് കൂവുക, എന്തുവായാലും ഒരു വികൃതി കുട്ടിയാണ്. വികൃതി കുട്ടിയാണെന്നാലും വികൃതി കുട്ടി കാണിക്കുന്ന വികൃതികളൊക്കെ ഭയങ്കര വികൃതിയാട്ടോ. ഇപ്പൊ ഇവൻ പറഞ്ഞേക്കുന്നതിനകത്ത് തന്നെ 3 പെണ്ണുങ്ങളും കണ്ടുണ്ട്. ഇനിയൊരു സ്പാനിഷ് നടിയും കണ്ടുണ്ട്. എല്ലാം മുന്തിയ ഐറ്റം കേട്ടോ. ഭാഗ്യം എന്തോ കുഴപ്പം എന്തോന്ന്. അപ്പം ഇത് ഒന്നെങ്കിൽ കോൺഗ്രസിന് മറുപടി പറയണം എല്ലാ കാര്യത്തിനും. ലോകത്ത് എവിടെ വിഷയം ഉണ്ടെങ്കിലും ഏറ്റെടുക്കുന്ന KC വേണുഗോപാലും AICC പ്രസിഡന്റ് അപ്പൂപ്പനും ഒക്കെ ഇതിന് മറുപടി പറയണം. രാഹുൽ ഗാന്ധിയെ പറ്റി ഇത്ര മോശമായിട്ടുള്ള ആരോപണം ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് പറയണം. പിള്ളേരുണ്ടെന്ന് പറയണം. തന്തയില്ലാതെ പിള്ളേർ വളരുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് ഉതകുന്നതല്ല. നമുക്കത് അനുവദിക്കാൻ പറ്റത്തില്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ എൻ്റെ ഗർഭമല്ലെന്ന് വേണ്ടി എഴുതി പറഞ്ഞ പോലെ പറയണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്തുവായാലും കോൺഗ്രസും രാഹുൽ ഗാന്ധി ഇതിന് മറുപടി പറയണം. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതെന്താണെന്ന് അന്വേഷിച്ച് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളുമായി മര്യാദഘട്ട സമീപനവും മര്യാദഘട്ട ബിസിനസ്സും ചെയ്യുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നുണ്ടെങ്കിൽ അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ മോശമായ അവസ്ഥയാണ്. ശ്യാം പറഞ്ഞതുപോലെ റോയ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് വേണ്ട നടപടി. അല്ലെ ഇത് ഇന്ത്യ അട്ടിമറിക്കാൻ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണും. അത് കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കണം. ഇപ്പം തന്നെ ഈ ഇരട്ട പൗരത്വത്തിൻ്റെ വിഷയം വന്നിട്ട് സുബ്രഹ്മണ്യ സ്വാമി ചുമ്മാ ഒന്നും കാര്യം പറയുന്ന ആളല്ല. കാരണം അയാളെ സുപ്രീം കോടതി വരെ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിനകത്ത് നിജസ്ഥിതി ഉണ്ടായതാണ് അവിടെ പോലും ആക്സസ് ഉണ്ട് പുള്ളിക്ക്. സുപ്രീം കോടതി പോലും അംഗീകരിക്കും. അദ്ദേഹം ഇരട്ട പൗരത്തെ പറ്റി പറഞ്ഞേക്കുക. ഇത് വളരെ കാലം മുമ്പേ ഈ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് അദ്ദേഹം എഴുതി കൊടുത്താ. എന്നിട്ട് അത് അവിടെ വെച്ചേക്കുക. എന്തിനവിടെ വെച്ചേക്കുന്നു മോദി സർക്കാർ? എന്തിനാണ് വെച്ചേക്കുന്നത്? അദ്ദേഹം ഒരു പരാതി കൊടുത്തിട്ട് അതിനെതിരെയും പുള്ളി പരാതി പറഞ്ഞിട്ടുണ്ട്. ആരെ സംരക്ഷിക്കുന്നു? എന്തിനു സംരക്ഷിക്കുന്നു? മര്യാദഘട്ട സമീപനം. ലോകത്ത് ഇവിടുത്തെ ഒരു സാധാരണക്കാരനില്ലാത്ത സംരക്ഷണവും അല്ലെങ്കിൽ സാധാരണക്കാരനില്ലാത്ത പരിഗണനയൊക്കെ എന്തിനാ മോദി ആയാലും ആരായാലും രാഹുൽ ഗാന്ധിക്ക് കൊടുക്കേണ്ട കാര്യം? അതിപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ചോദിച്ചിട്ടാണ്. സുബ്രഹ്മണ്യ സ്വാമി കേന്ദ്ര ഗവൺമെന്റിന്റെ കൃത്യമായ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സുബ്രഹ്മണ്യ സ്വാമി കോടതി പോയിരിക്കുന്നത്. ചുമ്മാ കോടതി പോയി നാണം കാണാൻ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലല്ലോ. നേരത്തെ ഇതുപോലെ ഒരു കേസ്, ഈ പത്രത്തിന്റെ കേസ്, ഇടപാട് 93 അദ്ദേഹം കൊണ്ടുവന്ന് എന്താ ശരിയായി വന്നോ? 5000 കോടി രൂപ സോണിയാഗാന്ധിയുടെ കുടുംബം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു, കോൺഗ്രസിൻ്റെതാണ്, കള്ള ഇടപാട് നടത്തുന്നു, അല്ലെങ്കിൽ വ്യാജരേഖ ചമയ്ക്കുന്നു. ഇത് അന്വേഷിക്കണം. അതാ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്താണ് ഇപ്പം ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിയാവാൻ പോകുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ഒരു വിഷയം കൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരട്ട പൗരത്വത്തിൻ്റെ വിഷയം ഇതിനകത്തും പറയുന്നുണ്ട്. 3 പൗരത്വം ഉണ്ടെന്ന്. സുബ്രഹ്മണ്യ സ്വാമി 2 കാര്യമാണ് പറയുന്നത്. നേരത്തെ സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആവാതിരിക്കാൻ കാര്യം സുബ്രഹ്മണ്യ സ്വാമിയാണ്. കാരണം ഇറ്റാലിയൻ പൗരത്വം ഇപ്പോഴും അവർക്കുണ്ട്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവണമെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി ആവണമെന്ന് കൊടുക്കുന്ന കത്തിൻ്റെ കൂടെ ഇറ്റാലിയൻ പൗരത്വം അവിടെ ഇല്ല എന്നുള്ളതിന് കത്തോടെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സോണിയാഗാന്ധി മാറിയതല്ല. സോണിയാഗാന്ധിയുടെ കാരുണ്യം കൊണ്ട് മാറിയല്ല. അങ്ങനെയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആവുന്നത്. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കണം. കേന്ദ്ര ഗവൺമെൻറ് എന്തിനു രാഹുൽ ഗാന്ധി ഇത്തരക്കാരനാണെങ്കിൽ സംരക്ഷിക്കുന്നു? അല്ലെങ്കിൽ ഇത്തരക്കാരനല്ലെങ്കിൽ കോൺഗ്രസ് ഞങ്ങൾ ഇത്തരക്കാരല്ല എന്ന് മറുപടി പറയണം. ഇത് ജനത്തിനറിയാൻ അവകാശമാണ്. കാരണം രാഹുൽ ഗാന്ധി സാധാരണ ഒരു മനുഷ്യനൊന്നുമല്ല. അവിടെ എവിടെയും കൂടി പിള്ളേരെ ഉണ്ടാക്കി നടക്കാനും നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ഗർഭം ഉണ്ടാക്കാനൊന്നും അത് നമ്മളെ കൊണ്ട് പറയിച്ചാണ്. 2-3 ദിവസമായിട്ട് പോലും ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് പറയുന്നു. അപ്പോൾ ഇത് സത്യമാണെങ്കിൽ സത്യമാണെന്നറിയാനും മോശമാണെങ്കിൽ അദ്ദേഹത്തെ മോശമാക്കാൻ ശ്രമിച്ചവർക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് നമ്മളീ പറഞ്ഞത്. ഓക്കെ.